അസ്സലാമു അലൈക്കും സുമലാഇ, കൈഫൽ ഹാൽ? എല്ലാവരും സുഖായിരിക്കുന്നു അല്ലേ? ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടല്ലേ? നമുക്കെന്നാ കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താ പറഞ്ഞതെന്നൊന്ന് ഓർത്തു നോക്കിയാലോ? ആരോ പറഞ്ഞു അല്ലേ? എന്താ? നാം തുഫാഹ് പരിചയപ്പെട്ടു. പിന്നെയോ നമ്മുടെ ബബുഗാഇന്റെ മിങ്കാറിൽ ചുണ്ടിൽ എന്താ വെച്ചിരുന്നത്? സൂമ് അല്ലേ? വെളുത്തുള്ളി. അങ്ങനെ സൂമ് പരിചയപ്പെട്ടു, ഫനസ് പരിചയപ്പെട്ടു. എന്നിട്ടോ ഇതെല്ലാം ഫനസ്, ബബുഗാ, തുഫാഹ്, സൂമ് ഇതെല്ലാം നാം പിക്ചറിന് നേരെ ചേർത്ത് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയും ചെയ്തു. അവിടെയല്ലേ നമ്മൾ നിർത്തിയത്? ഇന്ന് നമുക്കൊരു പാട്ട് പാടിയാലോ? നമ്മുടെ ഇർഷാദ് മോനും സിഞ്ചാബും ബബുഗ ഒക്കെ കളിക്കുകയാണ്. അതാ ഈ പിക്ചറിൽ നോക്കിയാൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ടീച്ചർ പറഞ്ഞ ആൾക്കാരൊക്കെ ഇല്ലേ? നമ്മുടെ ഇർഷാദ് എണ്ണുകയാണ് അല്ലേ? എണ്ണിക്കളിക്കുന്നു. എന്താ പറയുക? ഒളിച്ച് കളിക്കുന്നു അല്ലേ? ഫർഹ ഒളിച്ചിരിക്കുന്നത് കണ്ടോ? ആ ചെടിയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ബബുഗാ പറന്നു പോകുന്നുണ്ട് എവിടെയോ ഒളിക്കാൻ. നമ്മുടെ സിഞ്ചാബ് എവിടെയായിരിക്കുന്നത്? അതാ ഷജറയുടെ പുറകിലാണ്, മരത്തിൻ്റെ പുറകിൽ. മരത്തുമ്മേ തന്നെ പതിയെ ഒളിച്ചിരിക്കുക. അപ്പം നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാം. നഹ്വൽ മൽഅബ്. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് നഅദൂ നൽഅബ് ലാ ലാ നത്അബ്. ഹയ്യാ നദ്ഹബ് നഹ്വൽ മൽഅബ് നഅദൂ നൽഅബ് ലാ ലാ നത്അബ്. أختي فرحة هي لا تتعب قلبا واحد كنا نلعب. أختي فرحة هي لا تتعب قلبا واحد كنا نلعب. എല്ലാവർക്കും ഇഷ്ടമായല്ലേ? ഒരു തവണ കൂടി പാടാം. ടീച്ചർ പാടുമ്പോൾ വരികൾ നോക്കി കേട്ട് പാടണം. هيا نذهب نحو الملعب نعدو نلعب لا لا نتعب. أختي فرحة هي لا تتعب قلبا واحد كنا نلعب. എല്ലാവരും പാട്ടൊക്കെ പാടി കളിക്കാൻ എല്ലാവരെയും വിളിച്ചു അല്ലേ? അതൊക്കെ കഴിഞ്ഞ് കളിക്കുകയാ. അടുത്ത പിക്ചറിലേക്കൊന്ന് നോക്കിയേ എല്ലാവരും. എന്താ ഈ പിക്ചറിൽ കാണുന്നത്? മാതാ നറാ ഫീ ഹാദിഹി സൂറ. എന്താ നാം കാണുന്നത്? ഹും യൽഅബൂൻ. എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ. എല്ലാവരും കളിക്കുന്നുണ്ടല്ലേ? അതാ ആരാ ബോൾ എറിയുന്നത്? നമ്മുടെ ഇർഷാദാണ്. കൂടെ ആരോ നിൽക്കുന്നുണ്ട് ബാറ്റ് പിടിച്ചിട്ട്. ക്രിക്കറ്റ് കളിയാണല്ലേ? പിന്നെ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ ലക്കുണ്ട്, കബിഷുണ്ട്, പിന്നെയോ നമ്മുടെ കൽബുണ്ട്, അറിനബുണ്ട്. അവരെല്ലാവരും ക്രീസിലുണ്ട്. എല്ലാവരും കളിക്കുക. പക്ഷേ അവിടെ മാറി നിന്ന് ആരോ കരയുന്നു. ആരാ കരയുന്നത്? ആരാ? നമ്മുടെ ഒരു ഫറുഹാണ്. ഒരു കിളിക്കുഞ്ഞ് നിന്ന് കരയുന്നു. ഹീ ഹീ ഹീന്ന് പറഞ്ഞിട്ട്. ബക്കൽ ഫർഹു. എന്താ? ബക്കൽ ഫർഹു. കിളിക്കുഞ്ഞ് കരഞ്ഞു. എങ്ങനെയാ കിളിക്കുഞ്ഞ് കരയുന്നത്? എങ്ങനെയാ? അപ്പോൾ ഫർഹ എന്ത് ചെയ്തു? ത്വം അനത്ത് ഫർഹൻ. ഫർഹ ത്വം അനത്ത് ഫർഹൻ. എന്താ ചെയ്തത് ഫർഹ? അവനെ സമാധാനിപ്പിച്ചു. നീ കരയണ്ട, എന്താ കരയുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് കിളിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കിളിയെ
കുഞ്ഞു കിളി അല്ലേ? ആ, ഉമ്മയൊക്കെ കാണാണ്ട് കരയുന്നതായിരിക്കും അല്ലേ? എങ്ങനെയാ കരഞ്ഞത്? കീ, കീ, കീ. അങ്ങനെ കരഞ്ഞു. ഇതാ ഇവിടെ ഒരു ചെറിയൊരു പിക്ചർ വേറെ വന്നിട്ടുണ്ടല്ലോ. ഈ സൂറയിലേക്കൊന്ന് നോക്കിയേ. ആരൊക്കെയാ കാണുന്നത്? നറ, ഗുറാബ്, വദീഖ്, വൽ ഖിത്ത്, വൽ കൽബ്. കാക്ക, പൂവങ്കോഴി, പിന്നെയോ നമ്മുടെ പൂച്ച, പിന്നെ നായ. 4 പേരിവിടെ നിർത്തിയിട്ടുണ്ടല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പേജ് 44 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹയ്യ നുഖല്ലിദു സൗത്ത്. നമുക്ക് ഇവരുടെ ശബ്ദങ്ങളൊക്കെ ഒന്ന് അനുകരിച്ച് നോക്കാന്ന് അല്ലേ? ഒന്ന് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഗുറാബ്. ഗുറാബിന്റെ സൗത്ത് എങ്ങനെയാന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാ കാ കാ. ശരിക്കും എങ്ങനെയാ ഗുറാബിന്റെ ശബ്ദം? എങ്ങനെയാ സൗത്ത്? കാ 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 അല്ലേ? ഗുറാബ് അങ്ങനെയല്ലേ കരയുന്നത്? കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും ഏകദേശം അങ്ങനെയാ. ഇനിയോ അടുത്തതാരാ? നമ്മുടെ ദീക്ക്. ദീക്കാണ് നമ്മളെ രാവിലെ വിളിച്ചുണർത്തുന്നതല്ലേ? അതിരാവിലെ നേരം വെളുത്തേന്ന് പറഞ്ഞിട്ട് കൂകി ഉണർത്തും എല്ലാവരെയും. കൂ കൂ കൂ. എങ്ങനെയാ? കൂ കൂ കൂ. ശരിക്കും എങ്ങനെയാ? കൊ കൊ കോ കോ അല്ലേ? ഏകദേശം ആയിട്ടുണ്ട്. ഇനി അടുത്തതാരാ? നമ്മുടെ കിത്വാണ്. പൂച്ച, ക്യാറ്റ് അല്ലേ? ഇനി പൂച്ച എങ്ങനെയാ കരയുന്നതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് എന്താ? മിയാവു മിയാവു. എങ്ങനെയാ? മിയാവു 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 അല്ലേ? അപ്പോ നമ്മ ഗുറാബിന്റെ ശബ്ദം പറഞ്ഞു നോക്കി, പിന്നെ ദീക്കിന്റെ ശബ്ദം എടുത്തു നോക്കി, പിന്നെ പൂച്ചയുടെ ശബ്ദം. ഇനി ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ നായയുടെ ശബ്ദം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ബൗ 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 അല്ലേ? ബൗ ബൗ ബൗ. എങ്ങനെയാ? ബൗ 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 അല്ലേ? ഏകദേശം നായയുടെ ശബ്ദം ഇതുപോലെയാ. അപ്പോൾ നമ്മൾ പല ജീവികളുടെയും ശബ്ദം നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ നമുക്കത് വെച്ചൊരു പാട്ട് പാടി നോക്കിയാലോ? ഹയ്യ നുൻഷിദ്. നഅഖ ഗുറാബുൻ ഖാ 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 സ്വാഹദ്ദീകു കൂ കൂ കൂ. ഒന്നുകൂടെ. നഅഖ ഗുറാബുൻ ഖാ 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 സ്വാഹദ്ദീകു കൂ കൂ കൂ. മാ അൽഖിത്തു മ്യാവു മ്യാവു. മാ അൽഖിത്തു മ്യാവു മ്യാവു. നബഹൽ കൽബു ബൗ ബൗ ബൗ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നഅഖ ഗുറാബുൻ ഖാ 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 സ്വാഹദ്ദീകു കൂ കൂ കൂ. മാ അൽഖിത്തു മ്യാവു മ്യാവു. നബഹൽ കൽബു ബൗ ബൗ ബൗ. എല്ലാവർക്കും ഇഷ്ടമായല്ലേ? അപ്പോൾ ഇനി പല കിളികളുടെയും ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് കിളികളുടെയും മറ്റ് ജീവികളുടെയൊക്കെ ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് അനുകരിച്ച് നോക്കണം. ശബ്ദം അനുകരിച്ച് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു പുതിയ പാഠവുമായിട്ട് കണ്ടുമുട്ടാം. മഅസ്സലാം.